നിയമസഭയിൽ സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രതിപക്ഷം. പി.വി. അൻവർ ഉന്നയിച്ച ആരോപണങ്ങളും മുഖ്യമന്ത്രിയുടെ വിവാദ അഭിമുഖവും പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും. ADGP RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആയുധം. മുഖ്യമന്ത്രിയുടെ വിവാദ അഭിമുഖവും PR കമ്പനി ബന്ധങ്ങളും സഭയിൽ വാദപ്രതിവാദങ്ങൾക്ക് കാരണമാകും. നക്ഷത്ര ചിഹ്നം ചോദ്യങ്ങൾക്ക് അന്യായമായി ഒഴിവാക്കിയത് ആദ്യ ദിനത്തിൽ തന്നെ പ്രതിപക്ഷം ചോദ്യം ചെയ്യും. TV പ്രസാദ് തുടരുന്നുണ്ട്. പ്രസാദ്, ഏതായാലും പ്രതിപക്ഷം വലിയ രീതിയിൽ സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് നടത്തുന്നത്. ഒപ്പം തന്നെ ഈ നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾ അത് ഒഴിവാക്കിയത് ഈ ഘട്ടത്തിൽ പ്രതിപക്ഷം ഏത് രീതിയിലായിരിക്കും പ്രതിഷേധം ഘടിപ്പിക്കുക? പ്രതിപക്ഷത്തിന് വലിയ അവസരമാണ് ഈ നിയമസഭാ സമ്മേളനത്തിൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് സർക്കാരിനെതിരെ രൂക്ഷമായ ആരോപണ ശരങ്ങൾ ഏറ്റിരിക്കുന്ന സമയത്താണ് ഈ നിയമസഭാ സമ്മേളനം എന്നൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ നിയമസഭാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയെ സർക്കാരിനെയും പ്രതിരോധത്തിലാക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ആവനാഴിയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ കണ്ടതുപോലെ മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യങ്ങൾ പോലെ തന്നെ നിയമസഭയിൽ ചോദ്യങ്ങൾ ഉയരും. ആ ചോദ്യങ്ങൾക്ക് അങ്ങനെ ഒളിച്ചോടാനുമാകില്ല. സ്വാഭാവികമായി നിയമസഭയിലായതുകൊണ്ട് തന്നെ മറുപടി പറയേണ്ടതായും വരും. എന്തായിരിക്കും മറുപടി എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. മാത്രമല്ല, പ്രതിപക്ഷത്തിനെ സംബന്ധിച്ച് സമീപകാലത്തുണ്ടായ ഒരുപാട് വിഷയങ്ങളിൽ അത് ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് വീണ്ടും കൊണ്ടുവരേണ്ട അവരുടെ രാഷ്ട്രീയ ആവശ്യകതയുണ്ട്. അത് പരമാവധി മുതലെടുക്കുകയായിരിക്കും തിങ്കളാഴ്ച മുതൽ പ്രതിപക്ഷത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനം പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടാണ്. തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതാണ് എന്ന് മുഖ്യമന്ത്രി തന്നെ ഇന്നലെ പരസ്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അത് ആർക്ക് വേണ്ടി എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് ഉയരുക. അത് തൃശ്ശൂരിൽ BJP സ്ഥാനാർത്ഥി ജയിക്കുന്നതിന് വേണ്ടി സർക്കാർ ADGPയുടെ സഹായത്തോടെ ചെയ്ത ഒരു നാടകമാണ് എന്നുള്ളതാണ് പ്രതിപക്ഷം പ്രധാനമായും ഉയർത്തുക. അത് സർക്കാരിനെതിരെ വഴിതിരിച്ചു വിടാനും പൂരം കലക്കിയത് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണെന്നും അത് BJPക്ക് വേണ്ടിയാണെന്നും അത് ചെയ്തത് കരുവന്നൂർ കേസ് അട്ടിമറിക്കുന്നതിനും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ SFI അന്വേഷണം തണുപ്പിക്കുന്നതിനും വേണ്ടിയാണ് എന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണം അത് കൂടുതൽ സഭയിൽ ഉന്നയിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധം അതിരൂക്ഷമാകും. മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ തന്നെ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി അത് ചർച്ച ചെയ്യിപ്പിക്കാനുള്ള ശ്രമം എല്ലാം നടത്താനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും തിങ്കളാഴ്ച മുതൽ പ്രതിപക്ഷം നിയമസഭയിൽ നിറഞ്ഞാടും എന്ന കാര്യം ഉറപ്പാണ്.